അഭിനയിക്കുന്നതും സംവിധാനം ചെയ്യുന്നതുമൊക്കെ പുതുമുഖങ്ങൾ ആണെങ്കിലും ഉള്ളടക്കം നന്നായെങ്കിൽ വിജയിക്കുന്ന ഇൻഡസ്ട്രി ഏത് ചോദ്യത്തിനും മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരും മോളിവുഡ് എന്ന് മാത്രമേ പറയൂ. അത് സത്യമാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വാഴ 2. വെറും വിജയമല്ല, ബിഗ് ബജറ്റ് സൂപ്പർതാര ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ബോക്സ് ഓഫീസ് സ്വീകാര്യതയോടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും വെറും ഒരാഴ്ച കൊണ്ട് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച ചിത്രം ഒട്ടും കിതപ്പില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഏപ്രിൽ 2-ന് തിയേറ്ററിലെത്തിയ ചിത്രമാണിത്. ട്രാക്കർമാർ നൽകുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 11 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 80 കോടിയുടെ നേടിയിട്ടുണ്ട്. വിദേശ മാർക്കറ്റിൽ നിന്നാവട്ടെ 72.75 കോടി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റൊരു 10.5 കോടി നേടിയിട്ടുണ്ട് ചിത്രം. അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ 11 ദിവസം കൊണ്ട് 163.2 കോടിയാണ് നേടിയത്. ഏറ്റവും കളക്ഷൻ നേടിയിട്ടുള്ള മലയാള ചിത്രങ്ങൾ ലിസ്റ്റിൽ നിലവിൽ 6-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ചിത്രം. നാളത്തോടെ ചിത്രം ലിസ്റ്റിന്റെ 5-ാം സ്ഥാനത്തിൽ കുതിക്കാനാണ് സാധ്യത. നിലവിൽ 5-ാം സ്ഥാനത്തുള്ള ചിത്രം 2018 175 കോടിയാണ് ചിത്രത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ. 200 കോടിക്ക് മുകളിൽ എത്താൻ മാത്രമേ ലിസ്റ്റിൽ 4-ാം സ്ഥാനത്തേക്ക് വാഴ 2-ന് എത്താൻ സാധിക്കൂ. 200 കോടി ക്ലബ്ബിൽ ചിത്രത്തിന് ഉറപ്പുമാണ്. 233.5 കോടി നേടിയിട്ടുള്ള തുടരുമാണ് ലിസ്റ്റിൽ 4-ാം ചിത്രം. 3-ാം സ്ഥാനത്തുള്ള മഞ്ഞുമൽ ബോയ്സ് 242.5 കോടിയാണ്. 2-ാം സ്ഥാനത്ത് എമ്പുരാൻ 266.3 കോടി. ലോകയാണ് 3-ാം സ്ഥാനത്ത് 302.65 കോടി. എന്നിവയാണ് ലിസ്റ്റിലെ മുന്നിലുള്ളവർ. വാഴ 2 ലോകയെ മറികടന്ന് അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്നതാണ് $1 മില്യൺ ചോദ്യം. പ്രധാനമായും യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമാക്കി ചിത്രത്തിന് ലഭിക്കുന്നതിൽ ഏറ്റവും മികച്ച റിലീസ് സീസണിലാണ് വേനൽക്കാല ലാഭവിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ അനന്ത സാധ്യതയാണ് ചിത്രത്തിന് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. ദൃശ്യം 2 അടക്കമുള്ള പ്രധാന അപ്കമിംഗ് റിലീസുകൾ ആഴ്ചയിലേക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിലും വാഴ 2-ന് വളരെയധികം ഗുണമാണ്.